കഠിനാധ്വാനവും ഭാഗ്യവും മാത്രമാണ് വിജയത്തിലേക്കുള്ള വഴിയെന്ന് നടൻ മോഹൻലാൽ ദുബായിൽ പറഞ്ഞു. താൻ സിനിമയിൽ വന്നിട്ട് 48 വർഷമായി. അഭിനയത്തിൽ വിജയിക്കാൻ കുറുക്കുവഴികളില്ലെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടാകുന്നത് മലയാളത്തിലാണെന്ന് ബോളിവുഡ് നിർമ്മാതാവ് ഏകതാ കപൂർ പറഞ്ഞു. ഋഷഭ എന്ന പുതിയ സിനിമയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ദുബായിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. No tips. You have to work hard. That's a mantra. Work. That's only thing. Nothing. No shortcuts in success. You have to work hard. That is a commitment. That fire you should carry. This is my 48th year. I'm carrying. സിനിമയിലെ പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളതെന്ന ചോദ്യത്തിന് മോഹൻലാലിന്റെ മറുപടിയാണിത്. 48 വർഷത്തെ അഭിനയത്തിൽ നിന്നും താൻ പഠിച്ചത് ഇതെല്ലാമാണ്. വിജയത്തിന് കുറുക്കു വഴികളില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് തന്റെ ബാല്യകാലം പുനഃസൃഷ്ടിക്കുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ടെന്നും മോഹൻലാൽ ദുബായിൽ പറഞ്ഞു. പണ്ട് കാണിക്കാൻ പറ്റില്ലല്ലോ, പണ്ട് ഫോട്ടോഗ്രാഫ്സ് കാണിക്കായിരുന്നു. അത് കാണുമ്പോൾ സന്തോഷം തോന്നും, ഇങ്ങനെ ആയിരുന്നെങ്കിൽ തോന്നും. അപ്പോൾ അത് ഫ്ലാഷ് ബാക്ക് പണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റുമല്ലോ, ഫോട്ടോഗ്രാഫ്സ് ഒക്കെ ഉണ്ട്. ഇത് സ്റ്റോറി ഡിമാൻഡ്സ്. ഒരു സ്റ്റോറിയിൽ ഇപ്പോൾ ഒരുപാട് ഇവിടെ തുറന്നാലും ഞാനും അല്ലെങ്കിൽ നമ്മൾ എല്ലാ ആക്ടേഴ്സും കൂടെ ചായ കുടിക്കുന്നു, ഒരു മോട്ടോർ സൈക്കിളിൽ പോകുന്നതൊക്കെ കാണുന്നു. ഈസി ടു ഡു ഇറ്റ് ഇൻ ഫിലിംസ്. അതിന് വേറൊരു ഫോർമാറ്റാണ്. പക്ഷേ ഇത് സ്റ്റോറി ഡിമാൻഡ്സ് കൈൻഡ് ഓഫ് ഷോർട്സ്. അതുകൊണ്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത്. കാണുമ്പോൾ സന്തോഷം തോന്നും. നിങ്ങൾ പറഞ്ഞ പോലെ 80s 90s ഗീതോട്ടൊക്കെ മുടങ്ങിപ്പോകും. Target is approaching. Alert. എന്റെ അപ്പയെ ഇല്ലാതാക്കാൻ ആളുകളെ ഏർപ്പാടാക്കുന്നതിന് മുമ്പ് നീ എന്നെ കൊല്ലണ്ടല്ല. അങ്ങയോട് യുദ്ധം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാണ്. ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ഏറ്റവും മികച്ചത് മലയാള സിനിമകളാണെന്ന് ബോളിവുഡ് നിർമ്മാതാവ് ഏകതാ കപൂർ പറഞ്ഞു. മലയാളത്തെക്കുറിച്ചും മോഹൻലാലിനെ കുറിച്ചും അവർ ഇങ്ങനെ പറഞ്ഞു. The best content in India today is Malayalam content. And the one who signifies and who is synonymous with this content is the Mohanlal sir. സിനിമയുടെ സംവിധായകൻ നന്ദകിഷോർ, പ്രധാന വേഷത്തിലെത്തുന്ന സമർജിത്ത് ലങ്കേഷ്, നടി നയൻ ശാരിക എന്നിവർ ഉൾപ്പെടെ അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നടനും അവതാരകനുമായ മിഥുൻ രമേശ് പരിപാടിയുടെ അവതാരകനായി. മലയാളം, തെലുങ്ക് ഭാഷകളിലാണ് വൃഷഭ സിനിമ ഒരുക്കിയിട്ടുള്ളത്. പാർസ് ഫിലിംസാണ് സിനിമയുടെ ഗൾഫിലെ വിതരണക്കാർ. ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jai Hind TV. Stay tuned for the 1,000 countdown.